നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 587 587. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 587 82 സർഗം രാസക്രീഡ ഭാഗം 6 ഭാഗം 6. അപ്പോൾ 81 സർഗം രാസക്രീഡ ഭാഗം 5 അവസാനത്തെ ശ്ലോകം 18 നമ്പർ. പ്രിയതമ ഞങ്ങൾക്കേതെന്നാണോ കഠിനകുജങ്ങളിൽ അണയിപ്പാൻ ഭയം ആവിധം ആ മടിമലരാൽ നീ കാട് ഇതിൽ അങ്ങിങ്ങ് അലയുമ്പോൾ. ആ കാട് എന്നുള്ളതിന് മനസ്സെന്നാണ് അർത്ഥം. കല്ലോ മുള്ളോ കൊള്ളുയിൽ അടലാമല്ലോ കൺമണി. അതിനാൽ ഈ വല്ലവിമാരുടെ മുന്നിൽ മനോഹര മിന്നണം ഉടൻ ഒന്നിതു നിമിഷം പെട്ടെന്ന് എന്നൊക്കെയാണ് പറഞ്ഞത്. ഇനി നമുക്ക് 82 ഇതിനൊക്കെ ചെറിയ ചെറിയ ശ്ലോകങ്ങളാണ്. ഈ 81 സർഗത്തിൽ 8 വരി ശ്ലോകങ്ങളാണ് ഓരോന്നിലും. ശ്ലോകം 1 നമ്പർ. ഈ വണ്ണം ഗോപിമാർ ഉള്ളം നീറിയിടും കളകണ്ഠികൾ പലതും നാഥനോടോതി ഉറക്കെ വിലപിക്കവേ. ഇവിടെ നാഥൻ എന്നുള്ളതിന് പരമാത്മാവ് എന്നർത്ഥം പറയും. ആത്മാവ് പരമാത്മാവിനോട് പറയാണ്. ഈ വണ്ണം ഗോപിമാരുള്ളം നീറിയിടും കളകണ്ഠികൾ പലതും നാഥനോടോതി ഉറക്കെ വിലപിക്കവേ. മറഞ്ഞിരിക്കവയ്യാതായുടൻ കാരുണ്യവാരിധി. ഈ ഒരു വരി നമ്മുടെ മനസ്സിലുണ്ടാവണം. മറഞ്ഞിരിക്കവയ്യാതയുടൻ കാരുണ്യവാരിധി. നിർമ്മല മനസ്ഥിതിയിൽ ഭഗവാനെ വിളിച്ചാൽ ഭഗവാന് വരാണ്ടിരിക്കാൻ പറ്റില്ല. ഭഗവാൻ നിരാകാരനാണ്, സർവവ്യാപിയാണ്, സർവജ്ഞനാണ്, ഒക്കെ ശരി. പക്ഷേ നിർമ്മല മനസ്സോടുകൂടി ഭഗവാനെ എന്ന് വിളിച്ചാൽ ഭഗവാന് മറിഞ്ഞിരിക്കാൻ പറ്റില്ല. ഭഗവാൻ ഏതെങ്കിലും രൂപത്തിൽ, ഒരു കൊള്ളക്കാരൻ നമ്മളെ ആക്രമിക്കുകയാണെങ്കിൽ ഒരു വടിയുടെ രൂപത്തിൽ വരും ഭഗവാൻ. അതാണ് സത്യം. പാൽപുഞ്ചിരി പൊഴിച്ചും കൊണ്ടവർ തൻ മുമ്പിലമ്പോടും പ്രത്യക്ഷമായി തെളിഞ്ഞേറെ വിലസി വിശ്വമോഹനൻ. ആ വാക്ക് വിശ്വമോഹനൻ, വിശ്വത്തെ മോഹിപ്പിക്കാൻ കഴിവുള്ള ആളാണ്. സർവ ആകർഷകനായി മിന്നും സാക്ഷാൽ മന്മഥൻ. ആ വാക്ക് സാക്ഷാൽ മന്മഥൻ. കാമദേവൻ്റെയും കാമദേവൻ എന്നർത്ഥം പറയണം. പീലിക്കിരീടവും ഗോപിക്കുറിയും വനമാലയും പീതാംബരവും മാർന്ന ഏറെ വിളങ്ങും പ്രാണനാഥനെ. ശരിയല്ലേ? എല്ലാവരുടെയും പ്രാണനാഥനല്ലേ? എല്ലാവരുടെയും പ്രാണൻ പോയ എന്തായി? നാഥനില്ല, കളറിയായി, ശവായി, നീല ഷീറ്റ് മേഞ്ഞു. കസാല കിട്ടിച്ചാൽ കസാല, സ്റ്റൂളാണെങ്കിൽ സ്റ്റൂള്, അല്ലേ? ഏതാനും നിമിഷത്തിനല്ലേ, മണിക്കൂറിനല്ലേ വേണ്ടൂ. അപ്പോൾ പീതാംബരവും മാർന്നേറെ വിളങ്ങും പ്രാണനാഥനെ പെട്ടെന്ന് കണ്ടെഴുന്നേറ്റു പുഞ്ചിരു കൊണ്ടു ഗോപികൾ പരമാനന്ദമുൾത്തിങ്ങി വിലസീടിന ധന്യകൾ. പരമാനന്ദം മുൾത്തിങ്ങി, അതൊരവസ്ഥയാണ്. പരമാനന്ദം മുൾത്തിങ്ങി വിലസീടിന ധന്യകൾ. തങ്ങൾക്കേറെ വശപ്പെട്ടേ മിന്നും ആ മോഹനാങ്കനിൽ മന്മഥൻ മോഹനാങ്കനിൽ പ്രേമചേഷ്ടകൾ എന്തെല്ലാം തന്നെ ചെയ്തില്ല നാഥന്. പ്രേമചേഷ്ടകൾ. അപ്പോൾ ഈ പ്രേമചേഷ്ടകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 6-7 വയസ്സായിട്ടൊരു കുട്ടികളുടെ എന്ത് പ്രേമചേഷ്ട ചെയ്യുക? ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം മനസ്സിലാക്കണം.
അപ്പോൾ അത് ഒരു ആധ്യാത്മികതയുടെ അങ്ങേയറ്റം. അതായത് അവിടെ ലൗകിക ചിന്തകളല്ല, ആധ്യാത്മികമാണ്. ഭഗവാന്റെ ഓടക്കുഴൽ നിന്നുള്ള നാദം കാമരാജമന്ത്രാണ് എന്നുള്ളത് മറക്കരുത്. ഇവിടെ ഹിന്ദു പാർലൻസ്, ഹിന്ദുക്കൾക്കൊരു തകരാറ് എന്താണ്ടുണ്ടാവും, എല്ലാം അറിയണ കൂടുതലാണ് പറയും. അതൊന്നും വാസ്തവത്തിൽ ശരിയല്ല. ഇപ്പോൾ ഇപ്പോൾ 4 ദിവസം മുമ്പേ ഗുരുവായൂർ പിന്നെ അഷ്ടമിയുടെ കൂടി കൊണ്ടാടി. അതിൽ നല്ലൊരു പയ്യൻ, എനിക്ക് തോന്നണത് അദ്ദേഹം ഡാൻസ് പഠിക്കുന്നുണ്ടോന്നൊന്നും അറിയില്ല, നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് സിനിമയിൽ ശ്രീകൃഷ്ണനെ പോലെ ഡ്രസ്സ് ചെയ്തിട്ട് വന്നു. എല്ലാവരും അദ്ദേഹത്തിനും ഭഗവാനെ കണ്ട കൂട്ടത്തിലായി. അതിനർത്ഥം ഭഗവാനെ ഇവർ കണ്ടിട്ടില്ല, ഭഗവാൻ ആരാണെന്ന് ഇവർ മനസ്സിലാക്കിയിട്ടില്ല. ഭാഗവതത്തിൽ നിന്നും മനസ്സിലാക്കിയിട്ടില്ല, വേദത്തിൽ നിന്നും മനസ്സിലാക്കിയിട്ടില്ല. എന്താ, ഞാൻ ആരെയും അവഹേളിക്കാൻ വേണ്ടി പറയല്ല. വിത്ത് ഡ്യൂ റെസ്പെക്റ്റ്, ഈശ്വരൻ എന്ന് പറഞ്ഞത് മുത്തുമാലകളും കിരീടും വിളിച്ചാൽ ഊതാത്തൊരു ഓടക്കുഴലുള്ള ആളല്ല. കാമരാജമന്ത്രം ധ്വനിപ്പിക്കാൻ സാധിക്കുന്ന ആളാണ്. കാമനകളെല്ലാം കഴിഞ്ഞ് വൈരാഗ്യം വന്ന് ഭക്തിജ്ഞാന വൈരാഗ്യം വന്നവരെ ആകർഷിക്കണ ഭഗവാനാണ്. മറ്റത് 5 സ്റ്റാറിന് വേണ്ടിയിട്ടും പിന്നെ കോഫി ബൈറ്റിന് വേണ്ടിയിട്ടും ഓടക്കുഴൽ ഗിൽട്ടിൽ പൊതിഞ്ഞിട്ട് വരുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ സത്യത്തിൽ എന്താ, ഭാഗവതം നമ്മൾ വായിക്കാൻ പഠിച്ചിട്ടുണ്ടാവും, അർത്ഥം അറിയില്ല. ഭാഗവതം അർത്ഥം അറിഞ്ഞ് പഠിക്കണവർക്ക് ഇതേപോലെ ഒന്നും പറയാൻ പറ്റില്ല. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ മൂക്ക് കുത്തി വീഴുകയാണ്, മൂക്കൊക്കെ ചപ്പും. കാരണം അങ്ങനെയാണ് നമ്മുടെ സ്ഥിതി. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. പെട്ടെന്ന് കണ്ടെഴുന്നേറ്റു പുഞ്ചിരു കൊണ്ടു ഗോപികൾ പരമാനന്ദമുൾത്തെങ്ങി വിലസീടിന ധന്യകൾ തങ്ങൾക്കേറെ വശപ്പെട്ടേ മിന്നും ആ മോഹനാങ്കനിൽ പ്രേമചേഷ്ടകൾ എന്തെല്ലാം തന്നെ ചെയ്തില്ല നാഥനിൽ. പൊൻകാപ്പണി കൈകൾ കൊണ്ടു കൃഷ്ണൻ്റെ കരപല്ലവം പിടിച്ചാൽ മുട്ടി നിന്നും കൊണ്ടൊരു സൗഭാഗ്യശാലിനി. ഇനി അവരുടെ ഓരോ ചേഷ്ടകൾ പൊൻകാപ്പണി കൈകൾ കൊണ്ട് കൃഷ്ണൻ്റെ കരപല്ലവം പിടിച്ചാൽ മുട്ടി നിന്നും കൊണ്ടൊരു സൗഭാഗ്യശാലിനി. ശ്രീമുഖം നോക്കിയും കൊണ്ടേ നിന്നാൾ മറ്റൊരു ഗോപിക കവിളിൽ ചെന്നു ചുംബിച്ചാളൊരു കാമിനി മാർമണി. ഇപ്പോൾ കീചകൻ, കഥകളിയിലെ കീചകൻ പാഞ്ചാലി സൈരന്ധ്രി ആയിട്ട് അഭിനയിക്കുകയാണ്. അപ്പോൾ സൈരന്ധ്രിയുടെ എന്താണെന്ന് പറയുക, അംഗവിക്ഷേപങ്ങളെന്നൊക്കെ വർണ്ണിക്കും. അത് ഒരു കാവ്യമാണ്, ഒരു മാസ്റ്റർ പീസ് കാവ്യമാണ്. കാണിക്കണതാരാ? 10, 70, 75 വയസ്സായിട്ടുള്ള നാട്യ ആചാര്യന്മാർ. അപ്പോൾ കഥാപാത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പലതും ചെയ്യാം. പക്ഷേ ഈശ്വരനെ അനുമോദിച്ചോളൂ, ഈശ്വരനെ അനുകരിക്കരുത്, ഈശ്വരനെ ഒരു ആഭാസനായിട്ട് ചിത്രീകരിക്കരുത്. ഭാഗവതം എന്താണെന്ന് അറിയാത്തവരല്ലേ ഉറിയടിക്കണത്. ഒരാളിങ്ങനെ കയറെടുത്ത് വലിക്കുക, അത് അടിക്കുക. സുധാമാവിനെയൊക്കെ വേഷം കെട്ടി അവരുടെ നാട്യം കണ്ടിട്ടുണ്ടെങ്കിൽ സോ ചീപ്പ്. ഭാഗവതത്തിൽ കുചേലൻ എവിടെ കിടക്കണോ, സുധാമാവ് എന്നുള്ള ബ്രാഹ്മണൻ എവിടെ കിടക്കണോ, സദാസമയത്തും കൃഷ്ണമന്ത്രങ്ങൾ ഉച്ചരിക്കുന്ന ഭഗവാൻ എവിടെ? ഈ നാസിക് ഡോള് അല്ലാതെ കണ്ട് വായിൽ ഈ നാമം ചൊല്ലുന്ന ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ എത്ര ആൾ ചൊല്ലുന്നുണ്ട്? കൃഷ്ണ എന്നുള്ള ശബ്ദം എന്താ? രാമ എന്നുള്ള ശബ്ദം എന്താ? ഹരി എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ?
എന്തോ നിധി കിട്ടും വിചാരിച്ചിട്ടല്ലേ പാലഭിഷേകം ചെയ്യുന്നത്. ഈശ്വരപ്രീതിക്ക് വേണ്ടിയിട്ട് അത്ര ആൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശ്രീമുഖം നോക്കിയും കൊണ്ടേ നിന്നാൾ മറ്റൊരു ഗോപിക കവളിൽ ചെന്നു ചുംബിച്ചാൾ ഒരു കാമിനി മാർമണി ഭവച്ചരണാം ഭോജങ്ങളിൽ തൻ കുളിർ കൊങ്കകൾ മുട്ടുമാറാവിധം മെല്ലെ കിടന്നാളൊരു പെൺകൊടി. നോക്കൂ, ഒരു സ്ത്രീ വൈകാരികമായിട്ട് കൃഷ്ണഭക്തിയിൽ ഇവിടെ എന്താ പറഞ്ഞത്? ഭഗവത് ശരണാംഭോജങ്ങളിൽ തൻ കുളിർ കൊങ്കകൾ മുട്ടുമാറാവിധം മെല്ലെ കുരിഞ്ഞ് നമസ്കരിച്ചു എന്നേ ഉള്ളൂ. ഇവിടെ ഇത്തരം വാക്കുകൾ എന്തിനാ ഉപയോഗിച്ചത് അറിയോ? മനസ്സിനെ പതറിച്ചുള്ളവരെ ഗോ ടു ഹെൽ എന്ന് പറയാൻ. മനസ്സിന് പതറിച്ചുള്ള ആൾക്കാരെ ഗോ ടു ഹെൽ, ദിസ് ഈസ് യുവർ ടൈം, ഓകയാ, നിങ്ങൾക്ക് നഗരത്തിലേക്ക് പോകേണ്ട സമയമായി, നിങ്ങൾ പോയിക്കോളൂ. പിടിച്ചു നിൽക്കാൻ സാധിക്കണ ആരാ? ഇതൊരു ഡിവൈൻ ആക്ടിവിറ്റിയാണ്. അപ്പോൾ പുരികത്തെ വളച്ചും കൊണ്ടൊരു മാനിനി മാർമണി നോക്കി നിന്നാൾ കടാക്ഷങ്ങൾ കൊണ്ടു തല്ലുന്ന മാതിരി. വേറൊരു ഗോപിക നോക്കി നിന്നു. പുരികത്തെ വളച്ചും കൊണ്ടൊരു മാനിനി മാർമണി നോക്കി നിന്നാൾ കടാക്ഷങ്ങൾ കൊണ്ടു തല്ലുന്ന മാതിരി. ഒരുത്തി മൂക്കിൽ കൈവച്ചു മുകുന്ദൻ്റെ മുഖാംബുജം നോക്കിയും കൊണ്ടുമിണ്ടാതെ നിന്നാളിത്തിരിയങ്ങിനെ. എന്താ കാരണം? ഇമവെട്ടാത്ത കൺകൊണ്ടു നുകർന്നുമൊരു സുന്ദരി തൃപ്തയാർ നീല തൃപ്പാദ പങ്കജം ഭക്തർ പോലവേ. തൃപ്പാദ പങ്കജം ഭക്തർക്ക് മതി വരാത്ത കൂട്ടത്തിൽ ഇമവെട്ടാതെ കൺകൊണ്ടു നുകർന്നും ഒരു സുന്ദരി. ഭഗവാൻ ഇങ്ങനെ നോക്കി നിന്നു. ഇഷ്ടമുള്ള എന്താണെന്നാ പറയുക, വിഗ്രഹങ്ങൾ നമ്മൾ നോക്കി നിൽക്കും. അതിലിപ്പോൾ ഒന്നും പറയാനില്ല. അപ്പോൾ ഞാനിവിടെ ഭാഗവതം വായിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് മനസ്സ് ആർദ്രതയിലേക്ക് പോകണം. എനിക്ക് മടങ്ങി വരാൻ സമയമെടുക്കും. അതേപോലെ തന്നെ നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ യെല്ലോ പേജസ് എന്താണെന്നാ പറയുക, ഭക്തിപ്രധാനമല്ലാത്ത കഥകൾ വായിച്ചിട്ട് ആൾക്കാർക്ക് എന്തൊക്കെ വേണോ അതൊക്കെ ഉൾക്കൊള്ളാം. പക്ഷെ അതുകൊണ്ട് നമ്മൾക്ക് അനശ്വരമായ വല്ലതും സംഭവിക്കുന്നുണ്ടോ? എല്ലാം നശ്വരല്ലേ ഉള്ളൂ. അനശ്വരമാവണോ? ആത്മീയത വേണം. ഞാൻ അതിൽ ഉറച്ച് വിശ്വസിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, നാണിച്ചൊരുവൾ കൺചിമ്മി ഉള്ളിൽ ധ്യാനിച്ചു നാഥനെ. നോക്കൂ, ഒരു 10-50 വർഷം വരെ ഈ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർമാർ സ്ത്രീകളുണ്ടായിരുന്നില്ല, പുരുഷന്മാരായിരുന്നു ഒക്കെ. എത്രയോ അവരവരുടെ സിസേറിയനായിട്ടും അല്ലെങ്കിൽ സുഖപ്രസവം എടുത്തുള്ള ഡോക്ടർമാരെ ആ അമ്മമാർ 10-20 വയസ്സാകുമ്പോൾ കുട്ടികളെ കൊണ്ട് കാണിക്കണം, നിങ്ങൾ ബുദ്ധിമുട്ടിയിട്ട് രാത്രി ലൈറ്റും കൂടി ഇല്ലാത്ത സമയത്ത് ഓപ്പറേറ്റ് ചെയ്തെടുത്ത കുട്ടിയാണ്, എൻ്റെ കുട്ടിയാണ്, നിങ്ങൾ ബ്ലെസ് ചെയ്യണം. ആലോചിച്ച് നോക്കൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ആൾക്കാർ ഇപ്പോൾ നമ്മുടെ ഹിന്ദു പാർലൻസിൽ ഒരു പ്രത്യേക തരം വിളക്ക് വെച്ചാൽ എല്ലാം ആയി എന്ന് പറഞ്ഞിട്ട് അത് മാർക്കറ്റ് ചെയ്യുന്ന ആൾക്കാർ, വലമ്പിരി വെച്ചാൽ എല്ലാം ആയി എന്ന് പറഞ്ഞ് മാർക്കറ്റ് ചെയ്യുന്ന ആൾക്കാർ, ചാത്തൻ സേവ അത് വേറെ. അപ്പോൾ എല്ലാറ്റിലും ഉത്തമം മധ്യമം അധമം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണില്ല. കുറച്ച് കാലത്ത് കുറേ ആൾക്കാരെ വിഡ്ഢികളാക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയോ ചെയ്യണം. എന്തുകൊണ്ടാണ് ബ്രഹ്മാവിന് കൂടുതൽ ക്ഷേത്രങ്ങൾ ഉണ്ടാവാത്തത്? ബ്രഹ്മാവ് രജോഗുണ പ്രധാനിയാണ്. അപ്പോൾ മിനിഞ്ഞാന്ന് ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്താ, സാത്വിക ഗുണനിധികൾ സംശുദ്ധ മനസ്സിൻ്റെ ഉടമകളാണ്. സാത്വിക ഗുണനിധികൾ ശാന്തരാണ്.
രജോ ഗുണപ്രധാനികൾ അശാന്തരാണ്, തമോ ഗുണ സ്വഭാവക്കാർ മൂഢരാണ്. ഞാൻ പറഞ്ഞതല്ല, ഭാഗവതം പറഞ്ഞിട്ടുള്ളതാണ്. എവിടെ പറഞ്ഞത്? കാളിയമർദ്ദനം എന്നുള്ള കഥയിൽ സ്ത്രീകൾ, നാഗപത്നിമാർ ഭഗവാനെ സ്തുതിച്ചു പറയുന്ന ഭാഗമാണ്. എത്ര ആളിത് മനസ്സിലാക്കിയിട്ടുണ്ട്? സാത്വിക ഗുണം ഉത്തമന്മാരാണ്, അത് ശാന്തന്മാരാണ്. രജോ ഗുണക്കാർ അശാന്തന്മാരാണ്. ഇപ്പോൾ ഭർത്താവ് അശാന്തനാണെന്ന് വിചാരിച്ചിട്ട് ഭാര്യ ഓടിപ്പോടുന്നില്ലല്ലോ. മൂഢനാണെന്ന് പറഞ്ഞിട്ട് ഓടിപ്പോടുന്നുണ്ടോ? ഇല്ലല്ലോ. അതിലും കുട്ടികളുണ്ടാവണം. അതിലുണ്ടാവണം അശാന്തനിലും മൂഢരിലും ഉണ്ടാവണ കുട്ടികൾ ചിലപ്പോൾ സാത്വികമായിത്തീരണം, ഉത്തമന്മാരാവണം, ശാന്തന്മാരാവണം. കാരണം എന്താ? നമ്മളൊക്കെ ഇൻഡിപെൻഡൻ്റ് എൻറ്റൈറ്റീസാണ്, ആരും ആരുടെയും സ്വന്തമല്ല. അപ്പോൾ നാണിച്ചൊരുവൾ കൺചെമ്മി ഉള്ളിൽ ധ്യാനിച്ചു നാഥനെ. അപ്പോൾ ഇതിനെങ്ങനെ നമ്മൾ അർത്ഥം പറയുക? ഇതൊരു ലൗകിക ആക്ടിവിറ്റീസാണ് എന്ന് മണ്ടന്മാർ പറയുമ്പോൾ, നാണിച്ചൊരുവൾ കൺചിമ്മി ഉള്ളിൽ ധ്യാനിച്ചു നാഥനെ കോൾമയിർ കൊണ്ടു യോഗീന്ദ്രർ പോലലിഞ്ഞേറെ മിന്നിനാൾ. ആവിധം കൃഷ്ണനെ കണ്ടു പരമാനന്ദമേവരും. ആവിധം ഇതുപോലെ പ്രത്യേക രൂപത്തിൽ ആവിധം കൃഷ്ണനെ കണ്ടു പരമാനന്ദം ഏവരും പ്രാപിച്ചാർ ആത്മലാഭത്താൽ മുമുക്ഷുക്കൾ കണക്കിനെ. ഇതാണ് എല്ലാവരുടെയും അവസ്ഥ. ഇവിടെ എത്രയോ ശ്ലോകങ്ങളിട്ട് പെരട്ടിയിട്ടാണ് പറഞ്ഞത്. ആവിധം കൃഷ്ണനെ കണ്ടു പരമാനന്ദമേവരും പ്രാപിച്ചാർ ആത്മലാഭത്താൽ മുമുക്ഷുക്കൾ കണക്കിന്. വിലസീ മോദമുൾ തിങ്ങും അവരോടൊത്തു മാധവൻ പ്രകൃത്യാദികളാൽ ഏറെ മിന്നും ഈശ്വരനെന്ന പോൽ. അപ്പോൾ വിലസി മോദമുൾ തിങ്ങും അവരോടൊത്ത് ചിത്തകളായിരിക്കുന്ന ഗോപസ്ത്രീകളോടൊപ്പം മാധവൻ പ്രകൃത്യാദികളാൽ ഏറെ മിന്നും ഈശ്വരനെന്ന പോൽ ഇരുട്ടകറ്റും തൂവെണ്ണിലാവാൽ ഒട്ടേറെ മിന്നിയും. ഇരുട്ടകറ്റും രണ്ടർത്ഥം പറയണം. ഇരുട്ടകറ്റും തൂവെണ്ണിലാവ് അല്ലേ? ചന്ദ്രൻ പൂർണ്ണചന്ദ്രൻ ഉദിച്ചാൽ ഇരുട്ടില്ല അവിടെ എന്ന് പറഞ്ഞാൽ മനസ്സിലുള്ള അന്ധകാരങ്ങൾ മാറണമെന്നുണ്ടെങ്കിൽ വിദ്യ ഉദിക്കണം. അപ്പോൾ മിന്നിയും മുല്ലമന്ദാരം ഇവയെ പുൽകും താർത്തന്നൽ വീശിയും. മുല്ലപ്പൂക്കളെയും മന്ദാരങ്ങളെയും പൂൽകിക്കൊണ്ടുവരുന്ന മന്ദമാരുതൻ വീശിയും. കാണും കാളിന്തിയാറ്റിൻ്റെ മണൽ തട്ടിൽ മഹാപ്രഭു ഗോപീജനങ്ങളോടൊപ്പം അലിവാർന്നെഴുന്നള്ളിനാൻ. കാണും കാളിന്തിയാറ്റിൻ്റെ മണൽത്തിട്ടുകൾ ഭഗവാനും ഈ ഗോപസ്ത്രീകളെയും കൂടി കാണും. ചാരിതാർത്ഥകളായി മിന്നീനാഥനോടൊത്തു ഗോപികൾ. കിട്ടേണ്ടത് കിട്ടി. ചാരിതാർത്ഥം ചരിതാർത്ഥകളായി മിന്നീനാഥനോടൊത്തു ഗോപികൾ ജ്ഞാനകാണ്ഡത്തിലുൾ കാമം വിടും ശ്രുതികൾ പോലവേ. അതാണ് ശരി. ജ്ഞാനകാണ്ഡത്തിൽ ഉൾക്കാമം വിടും, അതായത് കാമനകൾ വിടുന്നു. ജ്ഞാനകാണ്ഡത്തിൽ അറിവ് വരുമ്പോൾ പ്രായോഗികത ഉണ്ടല്ലോ, അതിൽ ഭഗവാനോടൊന്നും ചോദിക്കില്ല. അപ്പോൾ ജ്ഞാനകാണ്ഡത്തിലുൾക്കാമം വിടും ശ്രുതികൾ പോലവേ കുജകുങ്കുമ രമ്യങ്ങൾ ഉത്തരീയങ്ങൾ ഗോപികൾ വിരിച്ചു തങ്ങൾ തൻ കാന്തനെഴുന്നള്ളി ഇരിക്കുവാൻ. കുജുകുങ്കുമ രമ്യങ്ങൾ ഉത്തരീയങ്ങൾ, അതായത് ഗോപസ്ത്രീകൾ എന്ത് ചെയ്തു? അവരവരുടെ ധാവണി പോലെയുള്ള അല്ലെങ്കിൽ ഓടിനി എന്ന് പറയാം, ഓടിനി പോലെയുള്ള അത് വിരിച്ച് ഭഗവാൻ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ ഭഗവാനെ എന്താണെന്ന് പറയുക, ഈ പ്രപഞ്ചത്തിൻ്റെ ചക്രവർത്തിയായിട്ടാണ് കാണുന്നത്.
അവരുടെ തുണികൾ വിരിക്കണത് സിംഹാസനം ആണ് എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കുചുകുങ്കുമരമ്യങ്ങളുത്തരീയങ്ങൾ ഗോപികൾ വിരിച്ചുതങ്ങൾ തൻ കാന്തൻ എഴുന്നള്ളിയിരിക്കുവാൻ വിശ്വൈകനാഥൻ അമ്മട്ടിൽ യോഗിധ്യേയപാദാംബുജൻ. ഭഗവാൻ ആരപ്പോൾ 6-7 വയസ്സായിട്ടാണെങ്കിലും കൂടി യോഗികളെ ധ്യാനം ചെയ്യുന്ന പാദപത്മത്തോടു കൂടിയവൻ. യോഗികളെ അവരവരുടെ ഹൃദയകമലത്തിൽ ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ വെച്ച് നൃത്തമാടൂ കൃഷ്ണ, അതന്നെ അർത്ഥം. പുരികങ്ങൾ ചുളിച്ചും കൊണ്ടൊട്ടു കോപിച്ച മാതിരി പുണ്യപുഞ്ചങ്ങൾ ചോദിച്ചു പുതുപുഞ്ചിരി വായ്പൊടും. ഗോപസ്ത്രീകൾ ഓരോരുത്തരായിട്ട് വളരെ സീരിയസ് ആയിട്ട് ഭഗവാനോട് ചോദിക്കുകയാണ്. എന്താ ചോദിക്കണത്? പുരികങ്ങൾ ചുളിച്ചും കൊണ്ടൊട്ടു കോപിച്ച മാതിരി പുണ്യപുഞ്ചങ്ങൾ ചോദിച്ചു പുതുപുഞ്ചിരി വായ്പോടും. ഭജിപ്പോരെ ഭജിച്ചിടും ചിലരോ വിപരീതമാം. ടിറ്റ് ഫോർ ടാറ്റ്. ഭജിപ്പോരെ ഭജിച്ചിടും ചിലരോ വിപരീതമാം. എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യാം. ചിലരോ വിപരീതമാണ്. അങ്ങോട്ട് ഹായ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഹായ് എന്ന് പറയും, അങ്ങോട്ട് പറഞ്ഞില്ലെങ്കിൽ മുണ്ടാണ്ട് പോവും. പിന്നെ രണ്ടാളെയും ഭജിച്ചിട ചിലരേതിലും ഉത്തമം. രണ്ടാളെയും ഭജിച്ചിട, ഭജിപ്പോരെ ഭജിച്ചിടും ചിലരോ വിപരീതമാം. രണ്ടാളെയും ഭജിച്ചിട ചിലരേതിലും ഉത്തമം. ഭഗവാൻ അങ്ങനെയാണ്, ഭജിച്ചാലും ഭജിച്ചില്ലെങ്കിലും സാക്ഷിയാണ്. അവരവർ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം കൊടുക്കും. കൃതജ്ഞനല്ല താനെന്ന് തന്നെ കൊണ്ടരുളിക്കുവാൻ. കൃതജ്ഞനല്ല എനിക്ക് കർമ്മം ബാധകമല്ല. കൃതജ്ഞ എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടത് ചെയ്തു എന്നാണ്. അപ്പോൾ കൃതജ്ഞനല്ല താനെന്നു തന്നെ കൊണ്ടരുളിക്കുവാൻ വളച്ച ഈ മട്ടു ചോദിക്കും അവരോടോതിനാൻ പ്രഭു. ഭഗവാൻ നല്ലൊരു സമാധാനം കൊടുത്തു. വളച്ച ഈ മട്ട് ചോദിക്കും അവരോടോതിനാൻ പ്രഭു. ഭജനം ചെയ്വതന്യോന്യം തൻ കാര്യത്തിനു വേണ്ടിയാം. നിഷ്കാമകർമ്മം ചെയ്യണമെന്നിലേക്കാണ് പറഞ്ഞത്. ഭജനം ചെയ്വത് അന്യോനം തൻ കാര്യത്തിനു വേണ്ടിയാം. യഥാർത്ഥ സ്നേഹമില്ലേതും അതിൽ ആവിധമല്ല നാം. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇൻ്റർപ്രിറ്റ് ചെയ്തു, സംശയങ്ങളുണ്ടാക്കി, ഒടുക്കം കാലം സത്യാവസ്ഥ പറഞ്ഞു. ഭജനം ചെയ്വതന്യൂനം. യു ആർ എ ഗുഡ് മാൻ. അപ്പോൾ അവിടെ നിങ്ങോട്ട് യു ആർ എൻ എക്സംപ്ലറി മാൻ. അത് തൻ കാര്യത്തിനു വേണ്ടിയാം. യഥാർത്ഥ സ്നേഹമില്ലേതും അതിൽ ആവിധമല്ല നാം. സ്നേഹിച്ചിടായാലും സ്നേഹിച്ചിടും അച്ഛൻ്റെ മാതിരി. ഇങ്ങോട്ട് സ്നേഹിച്ചില്ലെങ്കിലും അങ്ങോട്ട് സ്നേഹിക്കാൻ സാധിക്കണം. സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക, ഭഗവാനെ ലാളിച്ചുകൊണ്ടിരിക്കുക, ഭഗവാനെ സേവിച്ചുകൊണ്ടിരിക്കുക. സ്നേഹിച്ചിടായാലും സ്നേഹിച്ചിടും അച്ഛൻ്റെ മാതിരി. ഇപ്പം ചിലവർ കുട്ടിക്കാലത്ത് അച്ഛൻ, ഇപ്പം ഞാൻ തന്നെ ഒരു 8-9 വയസ്സിലൊക്കെ പുഴയിൽ ചാടും. അപ്പോൾ അച്ഛൻ 5:30 മണിക്ക് ഉള്ള ട്രെയിനിന് വരും. അപ്പോൾ അച്ഛൻ ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ വരുമ്പോഴേക്കും ഞാൻ പ്ലാറ്റ്ഫോമിലേക്ക് പോവും. ഒരു ഫർലോങ്ങേ ഉള്ളൂ വീട്ടിൽ നിന്ന്, അമ്പലത്തിൽ നിന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുട, പിന്നെ ബാഗ് ഒക്കെ പിടിക്കും ഞാൻ. എന്നിട്ട് ഞാൻ അച്ഛനെ കൈ പിടിച്ച് നിർത്തിക്കട കൂട്ടത്തിൽ അച്ഛൻ്റെ കൈ പിടിക്കും. പക്ഷെ ചിലപ്പോൾ ഈ കളിയുടെ ശ്രദ്ധയിൽ ഞാൻ എന്ത് പ്രാർത്ഥിക്കും, ഗുരുവായൂരപ്പ അച്ഛൻ്റെ വണ്ടി എന്താ പറയുക, ഔട്ടറിൽ ഇങ്ങനെ നിൽക്കട്ടെ കുറച്ച് നേരം. ആലോചിച്ച് നോക്കൂ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ശ്രീകൃഷ്ണ കഥാമൃതം പറയുമ്പോൾ എൻ്റെ മനസ്സിലുള്ള വൈക്ലഭ്യങ്ങൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം നിങ്ങളെ തന്നെ. അച്ഛൻ്റെ വണ്ടി, അതെ അച്ഛൻ്റെ വണ്ടിയല്ല, സദേൺ റെയിൽവേൻ്റെ വണ്ടിയാണ്. അച്ഛൻ പാവം അതിൽ ഇരിക്കലുണ്ട്, ഒലവക്കോടതി കയറിയതാണ്. ഈ വള്ളത്ത് കളിക്കേണ്ട ആ കുട്ടിത്തരത്തിൽ മനസ്സിൽ വിചാരിക്കണം, അച്ഛൻ്റെ വണ്ടി
സിഗ്നൽ കിട്ടാണ്ട് അവിടെ നിൽക്കട്ടെ. ഇന്ന് ഞാൻ അദ്ദേഹത്തിന് ഒരു മന്ത്രദൃഷ്ടാവായിട്ട് ശ്രീ രംഗനാഥ ശർമ്മണേ നമാന്ന് ഞാൻ പറഞ്ഞ് നമസ്കരിക്കുന്നു. അതോ 21 വയസ്സിൽ എൻ്റെ അച്ഛൻ മരിച്ചതാണ്. എത്ര കൊല്ലമായി? ഏറെക്കുറെ 50 കൊല്ലമായി. അപ്പോൾ അതാണ് ഭക്തി. ആളുണ്ടോ? ഇല്ലേ ഉണ്ട്. എവിടെ? എൻ്റെ മനസ്സിൽ. ഞാൻ പറയണതൊക്കെ അനുഭവിച്ചും കൊണ്ട് അതാ പറയാൻ കാരണം. അപ്പോൾ സ്നേഹിച്ചിടാകിലും സ്നേഹിച്ചിടും അച്ഛൻ്റെ മാതിരി ദയയും സ്നേഹവും കൊണ്ടു ചിലർ നിങ്ങളിൽ പെടും. ഭജിച്ചാലും ഭജിക്കാത്തോർ മണ്ണിൽ 4 തരത്തിലാം. നിങ്ങളിൽ പെടും. ഭജിച്ചാലും ഭജിക്കാത്തോർ മണ്ണിൽ 4 തരത്തിലാം. ആരൊക്കെയാണ്? ആത്മാരാമൻ, പൂർണ്ണകാമൻ, മൂഢൻ, അത്യന്ത ദുഷ്ടൻ. ഭജിക്കാത്തവരും ഭജിച്ചാലും 4 തരം. ആത്മാരാമൻ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എവിടെ? ആത്മാവിൽ. അവർക്ക് ഈ ഉറിയടിയൊന്നുമില്ല. ഉറിയടിക്കാൻ ഒരു പ്രായമുണ്ടില്ലേ? അത് കഴിഞ്ഞ് ഉറിയടിക്കുമോ? ഇല്ല. ആത്മാരാമത്വത്തിനോ? ഇല്ല. കുചേലൻ ഉറിയടിക്കാൻ പോയോ? അംബരീഷ ചക്രവർത്തി ഉറിയടിച്ചുവോ? ഇല്ല. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ഇനാക്ട് ചെയ്യുമ്പോൾ ഭഗവാൻ ഉറി കുത്തി പാലും തൈരും കഴിച്ചു. ഓക്കെ. അപ്പോൾ ഭഗവാൻ കംസൻ്റെ സിംഹാസനത്തിലേക്ക് ചാടി കയറി തലമുടിയൊക്കെ പിടിച്ച് വലിച്ച് താഴത്ത് ഇട്ട് എന്ത് ചെയ്തു? കൊന്നു. ഭഗവാൻ പിടിച്ച് വലിച്ചോട് കൂടിയിട്ട് ജീവൻ പോയി. നമ്മൾ ചെയ്യുന്നുണ്ടോ? എന്നാൽ ഗുരുവായൂർ അമ്പലത്തിൽ അല്ലെങ്കിൽ വീട്ടിൽ അവനവൻ്റെ ഒരു അമ്മാവൻ ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം നമ്മൾ തേര് തെളിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അക്രൂരനെ ഭഗവാനെ കൊണ്ടുവരാൻ വേണ്ടി പോകുമ്പോൾ അക്രൂരൻ വെള്ളത്തിൽ കുളിക്കുമ്പോൾ മുങ്ങിയപ്പോൾ അനന്തശയനം കണ്ടു. പുറമെ നിൽക്കുമ്പോൾ ഭഗവാൻ തന്നെയാണ് അനന്തശയനത്തിൽ. നമുക്കിന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ മുഷ്ക് കാണിക്കുന്നത്? ഈ ശോഭായാത്ര ആൾക്കാരിൽ ഒരു പ്രേരണ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇപ്പോൾ പ്രേരണ സത്യത്തിൽ ഇപ്പോൾ ഭാഗവതം പഠിക്കുമോ? നിങ്ങൾ വരൂ, ഞാൻ ഭാഗവതം ക്ലാസ് എടുക്കാം. ഒരാൾക്കും വേണ്ട. എല്ലാവർക്കും മയക്ക കിട്ടിയാൽ വായിക്കാൻ തയ്യാറാണ്. അത് തെറ്റിനുണ്ടോ, അതിനർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ടോ? അതൊന്നും അവർക്ക് ഒരു പ്രശ്നമല്ല. ഞാനിപ്പോൾ എന്താണെന്ന് പറയുക, 47 വയസ്സിൽ തുടങ്ങിയതാണ്. 57, 67, 25 കൊല്ലമായി. 25 കൊല്ലത്തിൽ മീതെയായി. ഞാൻ തെറ്റുമ്പോൾ ഞാൻ സോറി പറയുന്നു. കാരണം എന്താ? എനിക്ക് അതിനുള്ള പ്രോപ്പർ എഡ്യൂക്കേഷൻ ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് ഈശ്വരൻ ഭക്തി എനിക്ക് തന്നു. ആ ഭക്തിയുടെ മർദ്ദം ഞാനിതിനെ വിറ്റ് തിന്നുന്നില്ല. ഭക്തി ഉള്ളതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഭജിച്ചാലും ഭജിക്കാത്തോർ മണ്ണിൽ 4 തരം. ആത്മാരാമൻ, പൂർണ്ണകാമൻ, മൂഢൻ, അത്യന്ത ദുഷ്ടനും. ഭജിച്ചാലും ഭജിക്കാത്തോൻ ഇതിലൊന്നും പെടില്ല. ഭജിച്ചാലും ഭജിക്കാത്തോൻ ഇതിലൊന്നും പെടില്ല. ഞാൻ സഖിമാർ നിങ്ങൾ തന്നുള്ളം അത്യന്ത പ്രേമവായ്പിനാൽ. എന്താ പറഞ്ഞത്? സഖിമാർ നിങ്ങൾ തന്നുള്ളം അത്യന്ത പ്രേമവായ്പിനാൽ എന്നാണ്. അത്യന്തം പ്രേമവായ്പിനാൽ. മനസ്സിലായില്ലേ? കനകം പോലെ മിന്നിപ്പാൻ ഈ വിധം ചെയ്തതാണു ഞാൻ എന്തുകൊണ്ടാണ് മറിഞ്ഞിരുന്നത്? കനകം പോലെ മിന്നിപ്പാൻ ഈ വിധം ചെയ്തതാണു ഞാൻ. പണം പോയോൻ അതേ ചിന്തിച്ചോർക്കാം, മറ്റൊന്നും മൊഴിയില്ല.
പണം പോയി. ഗുരുവായൂർക്ക് പോകുമ്പോൾ പേഴ്സ് പാക്കറ്റടിച്ച് പോയി. അത് മാത്രമേ നമ്മൾ പറയുള്ളൂ. ഗുരുവായൂരിൽ ഭഗവാനെ കാണാൻ സാധിക്കാത്ത വിഷമം നമുക്കില്ല. പേഴ്സ് പോയാലാണ് നമുക്ക് കുഴപ്പം. അതേപോലെ ആവരുത്. മനസ്സിലായില്ലേ? എന്നെ ഓർത്ത് ഈ വിധം സർവം വിട്ട നിങ്ങളെ എപ്പോഴും. എന്താണ് ഈ ഗോപസ്ത്രീകൾക്കുള്ള മെച്ചം? ആരെയും കൂട്ടാക്കാതെ കൊണ്ട് എന്നെ മാത്രം കരുതിയിട്ട് വന്നവരാണവർ എന്നാണ് ഭഗവാൻ പറഞ്ഞത്. എന്നെ ഓർത്ത് ഈ വിധം സർവം വിട്ട് നിങ്ങളെ എപ്പോഴും കാണാതെ കാത്തു പോന്നിടും എന്നെ നിന്നിക്കലും ശരി. ആഹാ. എന്നെ ഓർത്ത് ഈ വിധം സർവം വിട്ടു നിങ്ങളെ എപ്പോഴും കാണാതെ കാത്തു പോന്നിടും എന്നെ. നിങ്ങളെ കാണാതെ കണ്ട് കാത്തു പോന്നിടും എന്നെ നിന്നിക്കലും ശരി. ഞാൻ നിങ്ങളെ കാത്തുരക്ഷിക്കുന്ന പരമക്ഷമുണ്ടോ? എന്നെത്താൻ അകതളിരിങ്കൽ ഓർത്തുകൊണ്ടേ മിന്നിടും നിങ്ങൾ. അല്ലേ? എന്നെത്താൻ നോക്കൂ, ഉള്ളിൽ പ്രേമമില്ലെങ്കിൽ പുറമെ പ്രേമിക്കാൻ പറ്റുമോ നമ്മൾക്ക്? ആധ്യാത്മികത. ഞാൻ ഈ ഭാഗവതം ശ്രീകൃഷ്ണ പ്രത്യക്ഷ കൃഷ്ണയേവേ ഭഗവാന്റെ വാഗ്മയി രൂപമാണെന്നുള്ള ബോധം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്ര സീരിയസ് ആയിട്ട് ക്ലാസ് പറഞ്ഞു തരുന്നത്. എൻ്റെ സമയം നല്ല നിലയ്ക്ക് പോകണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അത് നിങ്ങൾക്ക് ഉപയോഗമായാൽ എന്താണെന്ന് പറയുക, എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവിന് ഇത് ഉൾക്കൊള്ളാൻ സാധിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടും. അത്രേ ഉള്ളൂ. അപ്പോൾ എന്നെത്താൻ അകതളിരിങ്കലോർത്തുകൊണ്ടേ മിന്നീടും ഭവതികളോട്. ഋണാനുബന്ധം. ഋണം എന്ന് പറഞ്ഞാൽ കടം എന്നർത്ഥം. കടം. നിങ്ങൾ എന്നെ മനസ്സിൽ കരുതുന്നു, ഞാൻ നിങ്ങളുടെ മനസ്സിലുള്ളത് കൊണ്ട്. കാപ്പട്യം നിങ്ങൾക്കില്ല. കാരണം എന്താണ്? കാപ്പട്യം എന്നിലും ഇല്ല. പരമർശമുണ്ടോ? അപ്പോൾ ഭവതികളോട് ഋണാനുബന്ധം എന്നാളും പരം ഇതു തീരുകയില്ലെനിക്ക്. അവിടെ വായിക്കുമ്പോഴേ പരമിത് അങ്ങനെയല്ല, പരം ഇത് ഏറ്റവും ഉയർന്ന അവസ്ഥയിലെന്നർത്ഥം. പരം ഇത് തീരുകയില്ല എനിക്കെന്നേൻ എന്നോമൽ തരുണികളെ മറന്നിടാ ഞാൻ നിങ്ങളെ മറക്കില്ല എന്നാ. നിഷ്കാമത്വം കൊണ്ട് നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ മറക്കില്ല. നിങ്ങൾ ക്രയവിക്രയാണെങ്കിൽ അതോടുകൂടി തീർന്നു. ഇതറിയണം ഭാഗവതത്തിൽ. ഇതറിഞ്ഞാൽ ജയ്ഹോ എപ്പോഴും നമുക്ക് ജയിക്കാൻ പറ്റും. ഇല്ലെങ്കിലോ നമുക്ക് ജയിക്കാൻ പറ്റില്ല. അപ്പോൾ എന്നെത്താൻ അകതളിരിങ്കൽ ഓർത്തുകൊണ്ടേ മിന്നിടും ഭവതികളോട് ഋണാനുബന്ധം എന്നാളും പരം ഇതു തീരുകയില്ല എനിക്കെന്നെ നോമൽ തരുണികളെ മറന്നിടാ ഞാൻ. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനേ ലീലാഖണ്ഡേ ദ്വശീതിതമസർഗഃ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഞാൻ 83-ാം സർഗം തുടങ്ങാം. കാരണം എന്താ വിചാരിച്ചാൽ 34 മിനിറ്റ് ആയിട്ടുള്ളൂ. ഒരു 40-45 മിനിറ്റ് ആയിക്കോട്ടെ. എനിക്കിത് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് കഴിയണമെന്ന് പറയുന്നത്? പ്രായം പല്ലൊക്കെ പോയി ശബ്ദം എനിക്ക് തന്നെ ഒരു സംതൃപ്തി ഇല്ലാണ്ടാവണതിൻ്റെ മുമ്പ് കഴിക്കണമെന്നുണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് 83-ാം സർഗം രാസക്രീഡ ഭാഗം 7. അപ്പോൾ ഇതിൻ്റെ ഒരു പകുതിയും പറഞ്ഞു. അപ്പോൾ നാളെ ഒരു ദിവസം കൊണ്ട് രാസക്രീഡ മുഴുമിക്കാൻ പറ്റും. ഈ 7-ാമത്തെ ഭാഗത്തിലെ പകുതിയും 8-ാമത്തെ മുഴുവനും. അത് അറിയില്ല കേട്ടോ എത്രത്തോളം വലുതാന്നുള്ളത്. നോക്കുക. അപ്പോൾ 83-ാം സർഗം രാസക്രീഡ ഭാഗം 7. ഈ വണ്ണം അംബുജാക്ഷൻ്റെ മനോജ്ഞമൊഴികൾ കേൾക്കയാൽ. ഇങ്ങനെ ഭഗവാന്റെ മനസ്സിന് അറിവുണ്ടാകുന്ന കാര്യങ്ങൾ കേൾക്കയാൽ.
മനസ്സിന് ജ്ഞാനം ഉണ്ടാവുക. ആയർ പെൺമണിമാരാണ്ടു നിന്നാരാനന്ദ സിന്ധുവിൽ. നിങ്ങൾ എന്നെ ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ നിങ്ങൾ ഇനി ഞാൻ കൈവിടില്ല എന്ന് ഭഗവാൻ പറഞ്ഞതോടുകൂടി ആയർ പെൺമണിമാർ, അതായത് വ്രജത്തിലെ ഗോപസ്ത്രീകൾ, നിന്നാർ ആനന്ദ സിന്ധുവിൽ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, ആനന്ദമാകുന്ന സമുദ്രത്തിൽ എങ്ങനെ നിൽക്കുക? സമുദ്രം നെല്ലില്ലാത്തതല്ലേ? അപ്പോൾ എപ്പോഴും നമ്മൾ വാക്കിൻ്റെ അർത്ഥം എടുക്കരുത്. എന്തെടുക്കണം? അതിൻ്റെ ഭാവാർത്ഥം. ആനന്ദ സിന്ധു. ആനന്ദ സിന്ധുവിൽ വിശ്വൈകനാഥൻ അലിവാർന്ന് ഓരോ ഗോപീജനത്തെയും വാർക്കുന്തളത്തിൽ പൂമാല ചൂടിച്ചും തിരുനെറ്റിയിൽ സിന്ദൂരതിലകം മെല്ലെ തൊടിച്ചും അതിഭംഗിയിൽ. ഭഗവാൻ തന്നെ എല്ലാവർക്കും, ഇപ്പം ആരാ മാല കൊണ്ടെന്ന് വെച്ചൊന്നും ചോദിക്കരുത്. ഭഗവാൻ മുല്ലപ്പൂമാല ചൂടിക്കൊടുത്തു, നെറ്റിയിൽ വളരെ ഭംഗിയിൽ കുങ്കുമം ഇട്ടുകൊടുത്തു. സിന്ദൂരതിലകം മെല്ലെ തൊടിച്ചും അതിഭംഗിയിൽ ചിരിച്ചു. പോർ മുലകളിൽ തൃക്കയ്യാൽ കളഭാദികൾ, അതായത് അവരുടെ മാറത്ത് കളഭം പൂശിയെന്നേ ഉള്ളൂ. ബാക്കിയൊക്കെ എന്താണെന്നാ പറയുക, മസാലയാണ്. ആ മസാലയിൽ നമ്മൾ കുടുങ്ങിയാൽ നമ്മൾ എവിടെ എത്തില്ല. മസാലകളെ കണ്ടും കൊണ്ട് എന്താണെന്നാ പറയുക, അതിൻ്റെ വാക്കാർത്ഥം എടുക്കരുത്, അതിൻ്റെ ഭാവാർത്ഥം എടുക്കണം. അപ്പോൾ വാർക്കുന്തളത്തിൽ പൂമാല ചൂടിച്ചും തിരുനെറ്റിയിൽ സിന്ദൂരതിലകം മെല്ലെ. ഇപ്പോൾ ഞാനൊക്കെ എൻ്റെ 5 വയസ്സ് വരെയൊക്കെ ഞാൻ മുല കുടിച്ചിട്ടുണ്ട്. 5 വയസ്സ് വരെയൊക്കെ നമുക്ക് ഊഹിക്കാൻ പറ്റുമോ? അപ്പോൾ ഇവിടെ സത്യത്തിൽ നമ്മുടെ സംസ്കാരം, അതാണ് സംസ്കാരം. അവിടെയാണ് സംസ്കാരം ഇല്ലാണ്ടാവാണ് പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സിന്ദൂരതിലകം മെല്ലെ തൊടിച്ചും അതിഭംഗിയിൽ ചിരിച്ചു. പോർമുലകളിൽ തൃക്കയ്യാൽ കളഭാദികൾ പൂശിച്ചും പട്ടുപൂഞ്ചേല ഉടുപ്പിച്ചും, അതായത് ദാവണിയൊക്കെ നേരം പോലിട്ട്, ഓടിനൊക്കെ നേരം പോലിട്ട്, ഇല്ലേ? മനോഹരൻ മാറി മാറി അണിഞ്ഞിടും ഓരോരാഭരണാദികൾ വേണ്ടും പോലെ എത്രയും ചേലിൽ മാറ്റി മിന്നിച്ചും അങ്ങനെ. ലോകത്തിൽ വിരിമാർത്തട്ടിൽ അനർഘാഭരണങ്ങളായി ലോകത്തിൻ വിരിമാർത്തട്ടിൽ അനർഘാഭരണങ്ങളായി വിളങ്ങിച്ചാൻ ഗോപിമാരെ. ഈ ലോകത്ത് ഗോപസ്ത്രീകൾ ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ ഭഗവാനാൽ പെരുമാറപ്പെട്ടു. വിളങ്ങിച്ചാൻ ഗോപിമാരെ എന്നേക്കും മഹാപ്രഭു ഈശ്വരൻ്റെ കരസ്പർശം മേൽക്കിൽ ആ ജീവൻ ഇങ്ങനെ മിന്നും ജഗത്തിലെന്നെന്നും കാട്ടിനാൻ ഭക്തവത്സലൻ. ഭഗവാൻ ഋഷീശ്വരന്മാർക്കും ദേവന്മാരായിട്ട് വന്നിട്ടുള്ള ആ ഗോപസ്ത്രീകൾക്കൊക്കെ എത്ര ചതുരകങ്ങൾ, എത്ര കൽപ്പ ആയുസ്സുകൾ പോയാലും അവരെ ഭക്തിയോടുകൂടി അല്ലാതെ കൊണ്ട് നമ്മൾക്ക് ഭജിക്കാൻ സാധിക്കില്ല. മിന്നും ജഗത്തിലെന്നു കാട്ടിനാൻ ഭക്തവത്സലൻ കൈകോർത്തണഞ്ഞ് നിന്നിടും അവരോടൊരുമിച്ചുടൻ തുടങ്ങി ഭഗവാൻ ദിവ്യമാം രാസനർത്തനം. ആ വാക്കിൻ്റെങ്കിലും അർത്ഥം നമുക്ക് മനസ്സിലാവണം. തുടങ്ങി ഭഗവാൻ ദിവ്യമാം, ദിവ്യത്തിലും ദിവ്യമായിട്ടുള്ളത്, ഡിവൈൻ. 2 ഗോപസ്ത്രീകൾക്ക് ഇടയ്ക്ക് ഒരു കൃഷ്ണൻ, അല്ലെങ്കിൽ 2 കൃഷ്ണന്മാർക്ക് ഇടയിലൊരു ഗോപസ്ത്രീകൾ, എങ്ങനെയായാലും അർത്ഥം ഒന്നാണ്. അപ്പോൾ രാസമണ്ഡലം എന്ന് പറഞ്ഞാൽ വട്ടത്തിൽ നിന്ന് കൈകോർത്ത് അങ്ങോട്ടും ചെരിയ ഇങ്ങോട്ടും ചായ, പറഞ്ഞ വർഷമുണ്ടോ? അപ്പോൾ ആ രാസമണ്ഡലം തുടങ്ങി ഭഗവാൻ ദിവ്യമാം രാസനർത്തനം. ഇപ്പോൾ ഉറി അടിക്കണതിൻ്റെ മുമ്പ് അവർ പല സ്റ്റെപ്പുകളും വയ്ക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ സമ്മതിച്ചു. എത്ര നേരം ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? പറഞ്ഞ വർഷമുണ്ടോ? അപ്പം ഡിവൈനായിട്ടുള്ള ആക്ടിവിറ്റീസ്, അതിനെ നമ്മൾ ഇപ്പോൾ ഒരു കഥകളിക്കാരൻ, രാവണോത്ഭവം, രാവണൻ ഒരു 8x8 അല്ലെങ്കിൽ 10x10 മീതി ഇല്ല, 10 അടി ഒന്നും ഇല്ല സ്റ്റേജ്.
നിന്നോടത്ത് കിടന്ന് ഇങ്ങനെ തിരിയലല്ലേ ഈ അളകിയാട്ടത്തിൽ. അത് അപ്പോൾ അവിടെ നമ്മളെ വൈകുണ്ഠത്തിലേക്കും കൈലാസത്തിലേക്കും ഒക്കെ ഇന്ദ്രലോകത്തേക്കൊക്കെ കൊണ്ടുപോകില്ലേ കഥാപാത്രം, പാട്ടും വാദ്യവും. അതേമാതിരി ആണോ ഇത്? അല്ല. കാരണം ഇതിലെ കഥകളിയിൽ ഭാരതമുനിയുടെ ടിപ്പിക്കൽ എന്താണ് പറയുക, ഒബ്ജക്റ്റിവിസത്തിനെ വെല്ലുന്ന മുദ്രകളാണ്. ഇതങ്ങനെയല്ല, കുറച്ച് കുമ്പിടുന്നു, കുറച്ച് നിവരുന്നു. അപ്പോൾ എപ്പോഴും നമ്മൾ വളരെ ഈ എന്താണെന്നാ പറയുക, ഭക്തന്മാർക്ക് അലോരസം ഉണ്ടാക്കണം. അതാവരുത്, ഭക്തന്മാർക്ക് അലോരസം ഉണ്ടാക്കുന്നത് കാര്യത്ത് ആവരുത്. അപ്പോൾ തുടങ്ങി ഭഗവാൻ ദിവ്യമാം രാസനർത്തനം, എന്നെ താനൊറ്റു നോക്കുന്നു ഭഗവാൻ നീരജേക്ഷണൻ. ഓരോ ഗോപസ്ത്രീക്കും തോന്നിയത് എന്താ വെച്ചിട്ടുണ്ടോ, ഭഗവാൻ എന്നെയാണ് നോക്കണത്. അപ്പോൾ എന്നെ താൻ ഉറ്റുനോക്കുന്നു ഭഗവാൻ നീരജക്ഷണൻ എന്നോർത്ത് ഉൾക്കാമ്പിൽ മോദിച്ചാർ ഓരോ ഗോപിയും മാവിധം. യോഗേശ്വരേശ്വരൻ കൃഷ്ണൻ ഭഗവാൻ ഇരുഭാഗവും ഓരോ സൗഭാഗ്യപുഞ്ചത്തെ പുൽകി മിന്നി വിളങ്ങിനാൻ. അതാണ് പറഞ്ഞത്. യോഗേശ്വരേശ്വരൻ യോഗ്യന്മാരിൽ ഈശ്വരൻ. കൃഷ്ണൻ ഭഗവാൻ ഇരുഭാഗവും ഓരോ സൗഭാഗ്യപുഞ്ചത്തെ, അതായത് ഭഗവാന്റെ ഇടതും വലതും ഗോപസ്ത്രീകളെ. പിന്നി നോക്കുമ്പോൾ അങ്ങനെ തന്നെ മിന്നി വിളങ്ങിനാൻ ദിവ്യശൃംഗാര സൗന്ദര്യമാധുര്യങ്ങളിൽ ഗീവിതം. ദിവ്യശൃംഗാരം, ആത്മീയമായ ശൃംഗാരം, ദിവ്യശൃംഗാര രസൗന്ദര്യമാധുര്യങ്ങളീ വിധം ജഗത്തൊട്ടാകെ മിന്നിച്ചാൻ എന്നേക്കും കൃപാനിധി. എന്നേക്കും മിന്നിച്ചാൻ കൃപാനിധി. അത്യന്തം മോഹനം അനിർവാച്യം, പറയാൻ പറ്റില്ല, അനിർവാച്യം ഈ രാസനർത്തനം. അനിർവാച്യം വാക്കുകളെ പറയാൻ പറ്റില്ല, കാരണം എന്താ, അത് ആധ്യാത്മിക. അനിർവാച്യം ഈ രാസനർത്തനം കണ്ടു വിൺപെൺമണികൾ. ഇത് ദേവസ്ത്രീകൾ കാണാൻ ഇടയായി. കണ്ടു വിൺമണികൾ തൻ വിമാനങ്ങൾ നിറഞ്ഞുപോയി. ആകാശത്ത് അവരവരുടെ വിമാനങ്ങൾ. വാനോർ വർഷിച്ചിതാം പുത്തൻ കൽപ്പകപ്പൂക്കളാലുടൻ. ദേവലോകത്തെ കൽപ്പകപ്പൂക്കൾ അവർ എടുത്ത് വീശാൻ തുടങ്ങി. കനത്ത പട്ടുപൂമെത്ത വിരച്ചുള്ളതുമാതിരി വിളങ്ങി ആ യമുനാ തീരം എങ്ങെങ്ങും വിശ്വമോഹനം. വിശ്വത്തെ മോഹിപ്പിക്കാൻ പറ്റിയ നിലയിൽ വിദ്യാധര സ്ത്രീകൾ പോലും ഉത്സാഹത്താൽ പെരുമ്പറ മുഴക്കി. സത്യലോകത്തിൽ അന്ന് ആ രാസവിളംബരം. സത്യലോകത്ത് ബ്രഹ്മാവിൻ്റെ അവിടങ്ങി കൂടിയും ഈ ദേവലോകത്ത് അടിക്കുന്ന പെരുമ്പറയുടെ ശബ്ദം. ഉടൻ ചെന്നെത്തുവാനെങ്ങും ഭക്തർ ഈ വണ്ണമല്ലയോ പാടിത്തുടങ്ങി ഗന്ധർവരെ വരും കൃഷ്ണകീർത്തനങ്ങൾ. എന്താണുണ്ടായത്? ഉടൻ ചെന്നെത്തുവാനെങ്ങും ഭക്തരീ വണ്ണമല്ലയോ പാടിത്തുടങ്ങി ഗന്ധർവരെ വരും കൃഷ്ണകീർത്തനങ്ങൾ. ദേവർഷി വീണയും മീട്ടി. ആരെ? നാരദരെ. ദേവർഷി വീണയും മീട്ടി മുന്നിലെത്തി മഹാശയൻ ത്രിലോചനൻ. ആര്? പരമശിവൻ. ത്രിലോചനൻ, 3 കണ്ണുള്ളവൻ പോലും അലിഞ്ഞുള്ളിൽ ആനന്ദമേൽക്കവേ. അലിഞ്ഞുള്ളിൽ ആനന്ദമേൽക്കവേ പീലിക്കിരീടവും. എത്ര പീലിക്കിരീടാവർണ ഈശ്വര, അതന്നെ മതി. പീലിക്കിരീടവും പീതാംബരവും കുണ്ടലങ്ങളും മണിപ്പതക്കവും ഗോപിക്കുറിയും വനമാലയും ശരിപ്പെടുത്തിയൊട്ടേറെ മിന്നി വിശ്വേകമോഹനൻ. ഭഗവാൻ തന്നെ ഭഗവാന്റെ അങ്കലാവണ്യം അനുഭവിക്കുക. കാരണം നിരാകാരനായിരിക്കുന്ന ഭഗവാൻ ഒരു കൊച്ചുബാലനായിട്ട് ഈ ഗോപസ്ത്രീകളുടെ ഇടയിൽ കളിക്കുമ്പോൾ അദ്ദേഹത്തിന് തന്നെ ഒരു ആനന്ദം, പരമാനന്ദം, ചിന്മയാനന്ദം. മണിപ്പതക്കവും ഗോപി കുറയും വനമാലയും ശരിപ്പെടുത്തി ഒട്ടേറെ മിന്നി വിശ്വൈകമോഹനൻ. ഓരോ ഗോപി മണികളാൽ ഇരുഭാഗവും വിളങ്ങവേ. ഭഗവാന്റെ ഓരോ ഇടവും വലവും ഓരോ
ഗോപസ്ത്രീകൾ വിളങ്ങവേ ദിവ്യപ്രകാശമൊന്നെങ്ങും പൊഴിച്ചത് അത്യന്തമുജ്വലം. ദിവ്യപ്രകാശം, ഒരു ഡിവൈൻ അവസ്ഥയാണ് ഉണ്ടായതെന്നാണ് പറഞ്ഞത്. മഹാമരതകം പോലെ മിന്നി മധ്യത്തിൽ മാധവൻ. മഹാമരതകം, ഒരു പച്ച മല, ചെറിയൊരു എന്തൊക്കെ വേണമെങ്കിൽ പറയാം. മരതകം പച്ച എന്ന് പറയാം. മഹാമരതകം പോലെ മിന്നി മധ്യത്തിൽ മാധവൻ. വളയും തളയും പൊൻകിങ്ങിണിയും കളകാഞ്ചിയും. ഭഗവാന്റെ വള, തള, പൊൻകിങ്ങിണിയും കളകാഞ്ചിയും കിലുങ്ങി അത്യത്ഭുതമായി വിളങ്ങി രാസമണ്ഡലം. നൃത്തം വെച്ചും മൃദുസ്മേരമുഖിമാരതി ഭംഗിയിൽ. നൃത്തം വെച്ചും മൃദുസ്മേരമുഖിമാരതി ഭംഗിയിൽ. ഗോപസ്ത്രീകൾ മന്ദമാരുതൻ തൂമന്ദഹാസം പൊഴിച്ച് മുഖിമാരതിഭംഗിയിൽ പൂമയിൽ ഉലഞ്ഞുകൊണ്ടാടി കുഴഞ്ഞും പുതുമാതിരി. അവർ ഭഗവാനെ കവച്ചു വയ്ക്കുന്ന രാസവൈഭവത്തിൽ അവരും പലേ ഭാവങ്ങൾ പൂണ്ട് അമ്പാർന്നോരോ കൈമുദ്ര കാട്ടിയും മുഖം വിയർത്തും വാർക്കുന്തലഴിഞ്ഞും പൂക്കൾ ചിന്നിയും. പലേ ഭാവങ്ങൾ പൂണ്ട് അമ്പാർന്ന് ഓരോ കൈമുദ്ര കാട്ടിയും മുഖം വിയർത്തും വാർക്കുന്തലഴിഞ്ഞും പൂക്കൾ ചിന്നിയും. പോർമുലക്കച്ചകളഴിഞ്ഞൊട്ടു നാണിച്ചു മങ്ങിനെ. അപ്പം ചിലവർ മുലക്കച്ചൊക്കെ കെട്ടിയിട്ടുണ്ട്. അതൊക്കെ ഈ നൃത്തം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു നാണം വരുന്നുണ്ട്. എത്രയോ കാലമാശിച്ച നന്ദഗോപകുമാരനെ, സ്വന്തം മകനെ എടുത്ത് അല്ലേ, ഒരേ പ്രായക്കാരമ്മമാർ അവരുടെ പ്രായത്തുള്ള മക്കളെടുത്ത് ആശ്ലേഷിക്കണില്ലേ? ഞാൻ ഇതിൻ്റെ മുമ്പും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അമ്മ എന്നെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ അന്നൊന്നും ഈ എക്സ്റേ സിസ്റ്റം ഒന്നും ഇല്ല വലിയ കാര്യമായിട്ട്, സ്കാനിങ് ഒന്നുമില്ല. അപ്പോൾ തടി കുട്ടിയാവുക കാരണം 2 കുട്ടിയുണ്ടെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു അത്രേ. അങ്ങനെ അവർ പ്രസവിച്ച് അച്ഛൻ വളരെ ശ്രേഷ്ഠമായ രീതിയിൽ പല ലേഹ്യങ്ങളും കഷായങ്ങളൊക്കെ ഗർഭരക്ഷയ്ക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ കുടിക്കാൻ പാലില്ല. അപ്പോൾ ഞങ്ങൾ നേരെ വീടിൻ്റെ മുമ്പിൽ, പട്ടാമ്പിയല്ല, അമ്മ പ്രസവിച്ച് കിടക്കുന്നതിൻ്റെ മുമ്പിൽ ഒരു ലക്ഷ്മി അമ്മ, അവരെനിക്ക് അമ്മിഞ്ഞത്. അവർക്ക് പത്മനാഭൻ പറഞ്ഞിട്ട് പയ്യനുണ്ട് അവർക്ക്. അപ്പോൾ ഇതൊക്കെ ജീവിതത്തിൽ നമ്മൾക്കുള്ള കടമയും കടപ്പാടും കാണുന്നവരേനൊക്കെ നമ്മൾ മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ അവസ്ഥയാണ്. അതൊക്കെ അവസ്ഥയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ പല ഭാവങ്ങൾ. അപ്പോൾ പറഞ്ഞു പോർമുലക്കച്ചകളിഞ്ഞൊട്ടു നാണിച്ചു മങ്ങിന് എത്രയോ കാലം ആശിച്ച നന്ദഗോപകുമാരനെ. ആരാ ഈ നന്ദഗോപ? സച്ചിദാനന്ദഘനനെ പുൽകി മന്ദസ്മിതമാർദ്രകൾ. സച്ചിദാനന്ദഘന ശ്യാമന, സച്ചിദ് ആനന്ദം. അതാണ് നിരാകാരൻ പ്രേമസ്വരൂപൻ എന്നൊക്കെ അറിയണേ. ഭാവമാണ്, ഭാവം, ഭാവനയാണ്. സച്ചിദാനന്ദ ഘനനെ പുൽകി മന്ദസ്മിതാന്ത്രകൾ വിളങ്ങി മേഘചക്രത്തിൽ മിന്നൽ ചാർത്തുകൾ പോലവേ. മേഘചക്രത്തിൽ പിന്നെന്താണെന്ന് പറയുക, പല നക്ഷത്രങ്ങളുടെ ഇടയിൽ പൂർണ്ണചന്ദ്രൻ കുതിച്ചു എന്നൊക്കെ പറയണ്ടല്ലോ. വിളങ്ങി മേഘചക്രത്തിൽ മിന്നൽ ചാർത്തുകൾ പോലവേ. കൃഷ്ണൻ പുൽകി, കൃഷ്ണൻ പുൽകി. ഓരോരുത്തരെയും ഭഗവാൻ ആലിംഗനം ചെയ്തു. തെളിഞ്ഞോരോ ഗീതങ്ങൾ കളകണ്ടികൾ. നല്ല മെച്ചത്തിൽ അവർ പാടി ആടി. ഗീതങ്ങൾ കളകണ്ഠികൾ പാടിനാർ അവയാം മണ്ണിൽ മാധുര്യം ചേർപ്പതിപ്പോഴും. ഇപ്പോഴും അതേപോലെയുള്ള ഗാനാലാപനങ്ങൾ നമ്മൾക്ക് ആനന്ദരസത്തെ തന്ന് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. സ്വരങ്ങൾ നാഥനോടൊപ്പം ഒരു ഗോപികൾ ഗോപിക ഭംഗിയിൽ പാടിനാൽ നന്നു വാത്തിനാണ് അഖിലേശ്വരൻ. ആ വാക്ക് അഖിലേശ്വരൻ, എല്ലാറ്റിനും ഈശ്വരനായിട്ടുള്ളവൻ. എവിടുന്ന് താൻ ഇത്രയൊക്കെ നന്നായി പാടിയത്? ആരാ അപ്രീഷിയേറ്റ് ചെയ്യണത്? സർവജ്ഞനായിരിക്കുന്ന ഭഗവാൻ എല്ലാറ്റിലും 64 കലകളിലും ചക്രവർത്തിയാണ് അദ്ദേഹം.
സ്വരസ്ഥാനം അതൊന്നും അദ്ദേഹത്തിന് പഴകില്ല. അപ്പോൾ സ്വരങ്ങൾ നാഥനോടൊപ്പം ഒരു ഗോപിക ഭംഗിയിൽ പാടിനാൾ നന്നു നന്നു വാഴ്ത്തിനാൻ അഖിലേശ്വരൻ. അവിടെ നിർത്താം. ഏവർക്കും ശ്രീ ഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.